ഹലോ ഗായ്സ്, ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് നമ്മുടെ April 14th വിഷു ആണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് വീഡിയോസൊന്നും ഞാൻ കറക്റ്റ് എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അകത്താണ് മിസ്റ്റേക്ക്. രാവിലെ എണീറ്റു, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നിൽക്കുന്ന വരവാണത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണി വെച്ചിട്ടുണ്ട്. കണീൻ്റെയും വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. മീൻസ് കണി വെച്ച ടൈം, സോറി ഗൈസ്, അത് നമുക്ക് അലാം വന്നപ്പോൾ വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ കണി ഞാൻ കറക്റ്റായിട്ട് വെച്ച വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷനിൽ ഞാൻ കണി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി സെറ്റായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗൈസ് ഇന്ന് എനിക്ക് പോകണം വൈകുന്നേരം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങളെല്ലാവരും കണ്ടാണ്. അപ്പോൾ വിഷുവിന് ഞാൻ സ്പെഷ്യലായിട്ട് ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ടീച്ചറായിട്ട് എനിക്ക് കാണിക്കാനും പ്രത്യേകിച്ച് വിഷുവിന് പ്രാവശ്യം എനിക്കൊന്നുമില്ല. പിന്നെ എന്താ ഗൈസ്, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കണി അനുസരിച്ചുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് വാൽക്കണ്ണാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. കത്തിച്ച് വെച്ചപ്പോൾ കിട്ടും സമയത്തായില്ലേ. വലിയിരിക്കാൻ നമ്മുടെ കണ്ട മെയിൻ. അപ്പോൾ നമ്മളെ കളിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടൊരു സാധനമായിരിക്കും അല്ലേ. എല്ലാവർക്കും പരിചിതമായ ഒരു സാധനമാണ് നമ്മുടെ കളിക്കുന്ന. ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ മെയിൻ. ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പറ, അമ്മ പ്രിപ്പയർ ചെയ്യാണ് ഗേസ്. പറ അമ്മ, അമ്മ എന്തുണ്ടാക്കണേ? വിഷുവിൻ്റെ ഒരു പ്രധാന വിഭവമാണ് ചക്ക കൊണ്ടുള്ള എരിശ്ശേരി, ചക്ക വറുത്തത്. ചക്കയിൽ ശരിയാണല്ലോ എപ്പം ഉണ്ടാക്കണേ? കടക്കൂട്ടാൻ. ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചക്കലിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കടക്കൂട്ടാൻ ഉണ്ടാക്കണം. അത് ഇവിടെ ഇല്ല. തറവാട്ട് പറയാം. ഇനി നമുക്ക് അച്ഛനോട് ചോദിക്കാം ഗൈസ്. വിഷുവിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല. കണി കാണുന്ന പുറത്തേക്ക് എണീറ്റിട്ട് കണി കാണും. 1-ാം തീയതിയത്തെ നല്ല ദിവസമാണ് കണി കാണുന്നത്. ഒരു കൊല്ലത്തേക്കുള്ള സമ്മാനമാണ്. അത് നമ്മൾ കൊണ്ടാടുകയാണ്. ഓണല്ല, വിഷു. നമ്മൾ വിഷു കൊണ്ടാടുന്നത്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം. ഓക്കെ. വിശക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ചെയ്യാൻ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമുക്ക് എന്താന്ന് നോക്കാം. അമ്മ ദോശതാ പഠിച്ചിട്ട് ബാക്കിയുള്ള എടുക്കട്ടെ. ഞാനവിടെ ഇരിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് ദോശ ചമ്മന്തി നമുക്ക് കഴിക്കാം. ഒരു ദോശ അങ്ങനെ പിടിച്ച് ചമ്മന്തിയിൽ നോക്കി ഇങ്ങനെ ആക്കി. നല്ലതാ മോളെ, കൊള്ളാം. നമുക്ക് നല്ല ദോശ കഴിച്ചു. കഴിഞ്ഞിട്ട് നല്ല പായസം. ആരാ? എങ്ങനെയുണ്ടമ്മ ഞാൻ ഉണ്ടായിരുന്ന ദോശ? സൂപ്പർ. അഞ്ഞൂറില്ല.
ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മളൊക്കെ എന്നും ഗുഡ് ബൈസ് എന്ന് പറയുന്നത് ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണല്ലോ. ഈ പോകുന്ന ഈ ടൈമാണ് ഗൈസ് ഏറ്റവും ഭയങ്കര വിഷമമുള്ള സമയം. പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് അവിലാണ് കേട്ടോ, അമ്മ ഉണ്ടാക്കി തന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രീയിൽ നിന്ന്. അപ്പോൾ ഗൈസ് ഇന്നിപ്പോൾ വിഷുവിൻ്റെ ഒന്ന് വരുന്നതിന് എനിക്ക് പോകണം. അത് നമുക്ക് ഗൈസ് പാനിപ്പൂരി കൊണ്ടു വന്നിട്ടുണ്ട് മാളു. ഇതിലും ടേസ്റ്റ് ഗൈസ് സൂപ്പർ. വടയല്ലത്, പാനിപ്പൂരിയാ. പാനിപ്പൂരി അമ്മ കഴിക്കോ? ഇഡ്ഡലും പാനിപ്പൂരി കേട്ടോ, ഒരു രക്ഷയില്ല. മൈ ഫേവറേറ്റ്. സൂപ്പർ. സൂപ്പർ ടേസ്റ്റ്. ഒരു മിനിറ്റ് വീഡിയോ എടുക്കട്ടെ. 500 കൊടുത്തോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് വിഷ്കാണ്ട് കൊടുക്കാനുണ്ട്. നിങ്ങൾ നേരത്തെ ഷോട്ടിക്കട്ടെ. ഞാൻ എന്നിട്ട് വീണ്ടും ബാക്ക് ടു മൈ വർക്ക്. ആ പാനിപ്പൂരി തിന്ന് തീർക്കാനുള്ള ഇതിലായിരുന്നു. പക്ഷേ ഭയങ്കര ടേസ്റ്റ് തോന്നി പാനിപ്പൂരി കേട്ടോ. ഞാൻ നാട്ടിൽ വന്നാൽ അങ്ങനെ പാനിപ്പൂരി കഴിക്കാറില്ല. ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. ചിലവർക്കൊന്നും ഇഷ്ടമല്ല. എന്തായാലും അന്നത്തെ ഡേ ഞാൻ പിന്നെ ട്രെയിനിൽ കയറാൻ പോവാണ്. അങ്ങനെ കിറ്റൊക്കെ ഉണ്ട്. അയ്യോ എന്റെ കയ്യില് പറ്റില്ല. തിരിച്ചു പോവാ ബാംഗ്ലൂരിലേക്ക്. പിന്നെ വൈകുന്നേരം ബസ് അങ്ങോട്ടേക്കോ? അച്ഛനും അമ്മ ഇപ്പൊ കൊണ്ടാക്കി തരും. 7:15 പോവും. ഒന്ന് വാർത്ത കഴിക്കണ്ടേ? കഴിച്ചു. ഞാന് ദോശ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പിടി കഴിക്കണം. പിന്നെ മാളു ഒരു സാധനം ഉണ്ടായി തന്നു, അത് കഴിച്ചു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാട്ടോ. ആയിക്കോട്ടെ. നന്നായി ഒരു ഉമ്മ തരൂ. അമ്മ അങ്ങോട്ട് വരാനായില്ലേ? അങ്ങോട്ട് വരാനായില്ലേ? ഞാൻ ഇറങ്ങാൻ നേരത്ത് വരാൻ പറ്റുവാണെങ്കിൽ വരാട്ടോ. ഇപ്പൊ പോവാ. ഞാൻ പോയിട്ട് കുറച്ച് ശരി എന്നാ. ഞാൻ വെറുതെ ഇതാണ് ഈ ബസ് ശരിയായിട്ടല്ലേ? അതാണ് നല്ല കാറ്റും മഴയും.
അങ്ങനെ പോവാം. അങ്ങനെ പോവാം. അത് ടാക്സിയാ. ഭയങ്കര കാറ്റ്. അത് അവിടുന്ന് പോയി ഞങ്ങളിപ്പോ നടന്നു വരുമ്പോ ബാഗ് മാറി. ശ്രീകുട്ടി എടുക്കണ്ടേ? വീഡിയോ എടുത്തോണ്ടിരിക്കും. അപ്പൊ ശ്രീകുട്ടിനെ കാറ്റുന്നില്ല. വേണ്ട. ഇത് കൂടെ നടക്കണ്ട കേട്ടോ. അയ്യോ വീട് വെച്ചിട്ടല്ല, സേഫ്റ്റി നടക്ക് പെണ്ണേ. വെല്ലമ്മ കുണ്ട് നോക്ക്. വെല്ലമ്മ എനിക്ക് ഓർമ്മയില്ലേ, അച്ഛനും കൊണ്ടാവും. 065 വൈഡിലെടുത്താ മതിയോ ശ്രീ? എവിടെ അച്ഛൻ? മുന്നിൽ പോയി. ആ ഫോൺ ഓഫ് ചെയ്യണം ഫോൺ. അമ്മേ ഇങ്ങോട്ട്. അമ്മേ അങ്ങോട്ട് ഇറക്കാം. എന്റെ പൊന്നെ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ നോക്കാം ആൾക്കാർ. കാണിച്ചോ ടിക്കറ്റ് കിട്ടാൻ പണിയല്ല. അതാ അത് കറണ്ട് പോയി. അതിന് മോന്താണത്. വേറെ ഇതൊരു ട്രെയിൻ അതിന് പാസ്സാവും. എട്ടാമത്തെ ടിക്കറ്റ് വാങ്ങണം. പ്ലാറ്റ്ഫോം 3 B38. പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണ്ടേ? ആളിച്ചിരിക്കും. അങ്ങനെ രാവിലെ ട്രെയിൻ ഒരു 10 മണി 10:30 ആകുമ്പോൾ SM-80 പക്ഷെ ഞങ്ങൾ SM-80 ഇറങ്ങിയത് KR-പുരത്ത് ഇറങ്ങി. അതുകൊണ്ട് 10 മണിക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു. രാവിലെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ നല്ല ടൈം എടുക്കും ഗൈസ്. കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്യണമല്ലേ. പിന്നെ അവിടെ നേരിട്ട് നമ്മൾ ഓട്ടോയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും KR-പുരം ടു എനിക്ക് മടിവാളം എത്തണം. മടിവാളം നിന്ന് അത്യാവശ്യം നല്ല റേറ്റ് അവർ മേടിക്കും. അപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ വൈൻഡപ്പാണ് എടുക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനന്ന് വിഷുവിൻ്റെ അന്ന് ട്രെയിനിൽ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ അന്ന് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം ഭയങ്കര ടയർഡായിട്ട് ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഫ്രീ ആയത്. അപ്പോൾ ഞാൻ ഇന്ന് അതിന് വേണ്ടി വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ ഇവിടെ എത്തിയതിന് ശേഷം. അപ്പോൾ ഒരു സൈഡൊന്നുമില്ല. നമ്മൾ ആ സ്പെഷ്യൽ ട്രെയിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്രെയിൻ ഭയങ്കര എന്താ പറയുക, അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ സ്പെഷ്യൽ ട്രെയിൻ വന്നത്. കറക്റ്റ് സമയത്ത് നമുക്ക് തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ എത്തി. പക്ഷേ ബാംഗ്ലൂർ എത്തിയപ്പോൾ 8 മണിയായിരുന്നു ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്തിയത് 10 മണിക്ക് എത്തിയില്ല. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങാതെ KR-പുരത്ത് ഇറങ്ങിയിട്ടാണ് പോയത്. ആക്ച്വലി SM-80 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ SM-80 എത്താൻ പിന്നെ 1 മണിക്കൂർ ലേറ്റ് ആണെന്ന് വെച്ചിട്ടാണ് വേഗം KR-പുരത്ത് ഇറങ്ങിയിട്ട് ക്യാബ് വിളിച്ചിട്ട് വേഗം വന്നതാണ്. അതുകൊണ്ട് 10 മണിക്കാണ് ട്രെയിനിൽ. KR-പുരത്ത് തന്നെ 10 മണിക്കാണ്. അടിവും പറയാൻ പറ്റില്ലല്ലോ വോയിസ്. അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറ്റായിട്ട് പറയണമല്ല, നമുക്ക് ആ സമയത്ത് ട്രെയിൻ കിട്ടാത്ത സമയത്ത് നമ്മൾ ബുക്ക് ചെയ്താണ്. ബുക്ക് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ട് ജോലിക്ക് എന്തെങ്കിലും പോകാനുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തില്ല. ഈ ട്രെയിൻ എത്തില്ല, എനിക്കറിയില്ല പൊതുവെയുള്ള സ്പെഷ്യൽ ട്രെയിൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ട്രെയിൻ എത്തില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കണ്ടൊക്കെ ബുക്ക് ചെയ്യാം. സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നിട്ടുള്ള പരിപാടികളാണെങ്കിൽ ബുക്ക് ചെയ്യാണ്ടിരിക്കാനായിരിക്കും നല്ലത്. ബസ്സിനെങ്ങാനും വരിക.
അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും വിഷു ഒക്കെ ചെയ്യാൻ ആഘോഷമാക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് സീ യു.